ഓരോ 20 വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ ആ പ്രകൃതിയുടെ മാറ്റത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഓരോ ദിക്കിലും ഉള്ള നക്ഷത്രങ്ങൾക്കും ചേഞ്ച് ഉണ്ടാവും. അപ്പം കിഴക്ക് ദർശനത്തിൽ വീട് വെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ചില ഡിഗ്രിയിൽ വളരെ വലിയ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ഒരു ദിക്ക് എത്ര ഡിഗ്രി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 45 ഡിഗ്രിയാണ്. അപ്പോൾ കറക്റ്റ് കിഴക്ക് എത്ര ഡിഗ്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ ആ 90 ഡിഗ്രിയിൽ നിന്നും 22.5 ഡിഗ്രി ലെഫ്റ്റിലോട്ടും 22.5 ഡിഗ്രി റൈറ്റിലോട്ടും വന്നു കഴിഞ്ഞാൽ അതാണ് 45 ഡിഗ്രിയുടെ കിഴക്കെന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് 90 ഡിഗ്രിയിൽ നിന്നും 22.5 ഡിഗ്രി വലത്തോട്ടും 22 ഡിഗ്രി ഇടത്തോട്ടും വരുമ്പോഴാണ് കറക്റ്റ് ആ ഒരു കണക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതിൽ ചില ഡിഗ്രികളിൽ നമ്മുടെ വീട് വന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് വാസ്തുവിൽ എന്ന് പറയുമ്പോൾ ഒരൊറ്റ കണക്കേ ഉള്ളൂ. കാരണം കിഴക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഡിഗ്രി ഇപ്പുറത്തോട്ടോ 10 ഡിഗ്രി അപ്പുറത്തോട്ടോ വന്നാലും കുഴപ്പമില്ല, നമുക്കത് കിഴക്കിൻ്റെ കണക്കിൽ തന്നെ എടുക്കാം. ഫുങ്ഷുവയിൽ അങ്ങനെ അല്ല. ഫുങ്ഷുവയിൽ 45 ഡിഗ്രി ഉള്ളതിനെ 3ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈസ്റ്റ് 1, ഈസ്റ്റ് 2, ഈസ്റ്റ് 3. ഏത് ഡിഗ്രിയിൽ വീട് വെച്ചാലും ആ വീടിന് ഒരു ഫ്ലൈങ് സ്റ്റാർ കണക്കുണ്ട്. നിങ്ങൾ ഇനി ഫ്ലൈങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നെറ്റി ചുളിക്കരുത്. കാരണം ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം നിങ്ങളുടെ വീടിൽ ഈ നമ്പറുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത് ചൈനയുടെ ശാസ്ത്രമാണ്, അത് അവിടെ വർക്കാവണം എന്നുള്ള തെറ്റായ ധാരണ വേണ്ട. ഇത് വേൾഡിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ വർക്കാവും. അല്ലെങ്കിൽ എനിക്ക് 19 വർഷം ഇങ്ങനെ ഇതുപോലെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. 19 വർഷം കൊണ്ട് നമ്മൾ ഈ കൺസൾട്ടിങ് രംഗത്തുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാർ ഞാൻ പറഞ്ഞു വന്നത് കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു ഡിഗ്രിയിൽ ഒരു ഫ്ലൈങ് സ്റ്റാർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് വാസ്തുവിനെ പറ്റി പറയുമ്പോൾ നമുക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിൽ വയ്ക്കാം, വടക്ക് കിഴക്ക് ഭാഗത്തും വയ്ക്കാം. വാസ്തുവിലാണെങ്കിൽ കിഴക്ക് പകുതിയിൽ നിന്ന് വിട്ടിട്ടായിരിക്കണം ഉച്ചഭാഗത്ത് വേണം വാതിൽ വരാൻ. അപ്പോൾ ഇതൊരു വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ പകുതിയാണ്, ഇത്രയും ഭാഗമാണ് ഉച്ചം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്ത് നമുക്ക് വാസ്തു പ്രകാരം ഡോർ പണിയാം. ഈ സെൻറ്റർ മുതൽ ഇങ്ങോട്ടുള്ള ഭാഗത്ത് ഇവിടെ ഓരോ സ്ഥലത്തും, അതായത് കിഴക്കിന്റെ 3 സ്ഥലങ്ങളിൽ വന്നിരിക്കുന്ന ഒരു എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. വടക്ക് കിഴക്കെന്ന് പറയുന്ന 45 ഡിഗ്രിക്കകത്ത് വന്നിരിക്കുന്ന ഒരു എനർജി 8-1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഇതൊരു അഡ്വാൻസ് തിയറി ഉപയോഗിച്ചിട്ടാണ് ഈ നക്ഷത്രത്തെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിൽ ഈ 1 ഇവിടെ വർക്കാവും. ഈ 1 എന്ന് പറയുന്നത് തൊഴിൽ പരമായിട്ട് ഒരുപാട് നേട്ടം ഈ വീട് തരും. അപ്പം നിങ്ങൾ ഈ ഡിഗ്രിയിൽ ഈ ഫ്ലൈങ് സ്റ്റാറിൽ ഒരു വീട് വെച്ചു, ഇവിടെ നിങ്ങളുടെ പ്രധാന വാതിൽ ഇവിടെ കൊണ്ടുവച്ചാലും ഇവിടെ കൊണ്ടുവച്ചാലും ഇവിടെ വെച്ചാലും ഇവിടെ വെച്ചാലും ഇവിടെ വെച്ചാലും നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ 45 ഡിഗ്രി നോർത്ത് ഈസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഈ വീട് തൊഴിൽ പരമായിട്ട് നല്ല അഭിവൃദ്ധിയുള്ള വീടാവും, നല്ല പോസിറ്റീവ് എനർജി ഉള്ള വീടാവും, ഒരുപാട് ഗുണങ്ങൾ തരുന്ന വീടാവും. അടുത്തത് ഈ 45 ഡിഗ്രിക്കകത്ത് നിങ്ങൾ വീട് വെച്ചു. വീട് വെച്ചിട്ട് ഈ 45 ഡിഗ്രിക്കകത്ത് നിങ്ങൾ ഡോർ കൊണ്ട് വെച്ചു എന്ന് കരുതുക. ഇവിടുത്തെ എനർജി എന്താണ്? 5 ആണ്. അതായത് 4-5 എന്ന് പറയുന്ന എനർജിയാണ് നിൽക്കുന്നത്. എൻട്രൻസ് ആയതുകൊണ്ട് ഈ വാട്ടർ സ്റ്റാർ 5 ആണ് ഇവിടെ വർക്ക് ആകുന്നത്. ഇത് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള തിയറിയാണ്. ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് അത്രത്തോളം മനസ്സിലാക്കാൻ ഇതിൻ്റെ സീരിയസ്നെസ്സും കൂടെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ ഒരു 5 ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം 9 നമ്പറുകൾക്കും ഓരോ സ്വഭാവമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 1 തൊഴിൽ തരുമ്പോൾ ഈ 5-ന് ഒരു എനർജി ഉണ്ടല്ലോ. 5-ന്റെ എനർജി എന്ന് പറയുന്നത് ടോട്ടൽ ലോസ് ആണ്. അപ്പൊ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ ഈ 45 ഡിഗ്രിക്കകത്ത് നിങ്ങൾ കൊണ്ടുവച്ചാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ടോട്ടൽ ലോസിലേക്ക് പോകും. ഇത് ഒരിക്കലും നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നിൽക്കരുത്, നിങ്ങൾക്ക് തെറ്റും. എപ്പോഴും നല്ല ഒരു കൺസൾട്ടന്റ്, ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു ഫെങ്ഷി കൺസൾട്ടന്റിനെ കൊണ്ട് ഫ്ലൈങ് സ്റ്റാർ എടുപ്പിച്ച് വേണം കിഴക്കിൽ 2024 മുതൽ 2043 വരെ വീട് വയ്ക്കാൻ. അല്ലെങ്കിൽ ഇത് കയറിപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മളെ വാതിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വില നമ്മൾ കൊടുക്കേണ്ടി വരും. എൻട്രൻസിൽ വന്നിരിക്കുന്ന സ്റ്റാർ 5 ആണ്. ഇത് ടോട്ടൽ ലോസ് ആണ്. അപ്പം ഈ ഇവിടെ കൊണ്ടുവന്ന് വാതിൽ വെച്ച് നമ്മൾ വീട്ടിലോട്ട് താമസമാക്കി കഴിഞ്ഞാൽ എന്തിൽ തൊട്ടാലും നഷ്ടമാണ്. കഴിഞ്ഞ 20 വർഷത്തിനകത്തും ഇത് കിഴക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അത് തെക്ക് കിഴക്കിലാണ് നിന്നത്. ഇപ്പോൾ ഇത് കിഴക്കിൽ നിൽക്കുന്നുണ്ട്. എല്ലാ ഡിഗ്രിയിലും ഇത് കിഴക്കിലാണെന്നല്ല പറയുന്ന, ചില ഡിഗ്രിയുടെ ഇത് കിഴക്കിൽ വരുന്നുണ്ട്. ഇനി നമ്മൾ വാസ്തു നോക്കിയാ ചെയ്തത്. ഇതിൻ്റെ ഉച്ചത്തിൽ കൊണ്ടുവന്ന് ഇവിടെയാണ് നമ്മുടെ മെയിൻ ഡോർ വെച്ചത്.
അങ്ങനെയാണെങ്കിൽ കുഴപ്പമുണ്ടാവും സാറേ, വാസ്തുവിൽ പറയുന്നുണ്ടല്ലോ ഉച്ചഭാഗത്ത് വെക്കുക, അങ്ങനെയാണെങ്കിൽ ദോഷമില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ഇവിടെ വെച്ചിട്ടുണ്ട്, നമുക്ക് കുഴപ്പമുണ്ടോ? ഉറപ്പായിട്ടും കുഴപ്പമുണ്ട്. എന്തുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉച്ചമെന്നോ നീച്ചമെന്നോ ഇവിടെ ഫെങ്ഷുവിൽ പറയുന്നില്ല. ഈ 45 ഡിഗ്രിക്കകത്തുള്ള എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5ന്റെ എനർജി ബാഡ് എനർജിയാണ്. അതിനകത്ത് നിങ്ങൾ ഉച്ചത്തിൽ വെച്ചാലും നീചത്തിൽ വെച്ചാലും ഈ ഡോർ നിങ്ങളെ ബാധിച്ചിരിക്കും. ഒരുപാട് ആൾക്കാർ ഫോൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ചീത്ത വിളിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതാണ് സത്യം. അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ എന്നെ കേൾക്കുന്നവർ ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ വീട് വയ്ക്കാനായിട്ട് ഇരിക്കുകയാണ്. ഏത് ഡിഗ്രിയിൽ നിങ്ങൾ വീട് വെച്ചാലും ഇതുപോലെ എല്ലാ സ്ഥലത്തും ഉണ്ട്. കിഴക്കിനും ഉണ്ട്, തെക്കിനും ഉണ്ട്, വടക്കിനും ഉണ്ട്. ഇനി നിങ്ങൾ വടക്ക് വശത്ത് കൊണ്ടുപോയി വീട് വയ്ക്കുകയാണെങ്കിൽ ഈ നമ്പറുകളാണ് വടക്കിൽ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് കിഴക്കിന്റെ കണക്കിലെടുത്ത നമ്പറുകളാണ്. വടക്കിന് വേറെ കണക്കാണ്, തെക്കിന് വേറെ കണക്കാണ്, പടിഞ്ഞാറിന് വേറെ കണക്കാണ്, തെക്ക് പടിഞ്ഞാറിന് വേറെ കണക്കാണ്. അതിൽ തന്നെ ഈ കിഴക്കിനകത്ത് വീണ്ടും 3 കണക്കായി. കിഴക്ക് 1, കിഴക്ക് 2, കിഴക്ക് 3 എന്നും പറഞ്ഞ് 3 കണക്കായി. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഉള്ളറകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഇവിടെയാണ് നിങ്ങൾ ആ ഡോർ വെക്കുന്നെങ്കിലോ ഫ്രണ്ടിലുള്ള 3 ദിക്കുകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. വടക്ക് കിഴക്കിലാണെങ്കിൽ 8 വടം എന്ന് പറയുന്ന സ്റ്റാർ നിൽക്കുന്നുണ്ട്, നല്ല റിസൾട്ട് കിട്ടും. ഇവിടെ ഈസ്റ്റിന്റെ 45 ഡിഗ്രിയിലാണെങ്കിൽ 4-5 ആണ് നിൽക്കുന്നത്, തുടർന്നതും പിടിക്കുന്നതും മൊത്തം നഷ്ടത്തിലേക്ക് പോകും. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരിക്കും, പക്ഷെ ഈശ്വരാനുഗ്രഹമുള്ള ഒരു വീടായിരിക്കും. ഇങ്ങനെയാണ് ഈ ഒരു 3 ഏരിയയിൽ പ്രധാന ഡോർ വെച്ച് കഴിഞ്ഞാലുള്ള ഫലം. ഇത് വളരെ വളരെ അഡ്വാൻസ് ആയിട്ടാണ്. ഇത് മനസ്സിലാവാത്തവർക്ക് 2ഓ 3ഓ തവണ ഈ പ്രോഗ്രാം കാണാം, എന്നാലും നിങ്ങൾക്കത് ഗുണമേ ഉള്ളൂ. ഇത് ഒരു ദിക്കിന്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഓരോ ദിക്കിനും ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ റൂം ഉപയോഗിക്കാൻ പറഞ്ഞ കണക്ക് ബെഡ്റൂമും ഉണ്ട്. ആ ബെഡ്റൂമിൽ ഒരു എനർജി ഉണ്ട്, അത് നിങ്ങളെ ബാധിക്കും. അപ്പം നല്ല ഫ്ലൈങ് സ്റ്റാർ നമ്പറുള്ള ബെഡ്റൂം എടുക്കുക, അതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. ഇനി ഇതൊന്നും കിട്ടിയില്ല, ഞാൻ വീട് വെച്ചുപോയി, എൻ്റെ ഇത് സ്റ്റാർ മോശമായിട്ട് നിൽക്കുന്നു, ഞാൻ എന്ത് ചെയ്യും? അതിന് അതിൻ്റെതായിട്ടുള്ള ചില റെമഡികളുണ്ട്. നമ്മൾ തെറ്റായിട്ട് വീട് വെച്ച് റെമഡിയിലേക്ക് പോവുകയല്ല വേണ്ടത്, കറക്റ്റായിട്ട് വീട് വെച്ച് സൗഭാഗ്യത്തിലേക്ക് പോവുകയാണ്. വെച്ചുപോയ വീടിനെ സംബന്ധിച്ചിടത്തോളം റെമഡി തേടുക. ഓക്കെ, ഫംഗ്ഷയുടെ ചില ടൂളുകൾ നോക്കാം. ഗോമതി ചക്രം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ സിംബോളിക് ഫംഗ്ഷയുടെ ഭാഗങ്ങളായിട്ടുള്ളതും അങ്ങനെയുള്ള ചില ടൂളുകളാണ് പറയുന്നത്. ഇത് ഗോമതി ചക്രമാണ്. ഇതിൻ്റെ ഒരു 11 ഗോമതി ചക്രം നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്നത് ലക്ഷ്മി കടാക്ഷം ഉണ്ടാവാൻ നല്ലതായിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതൊരു സിംബോളിക് ഫംഗ്ഷയുടെ ഭാഗമാണ്. ഇത് ഒരു ഫീനിക്സ് ബേർഡ് എന്ന് പറയുന്ന സ്റ്റാച്യു ആണ്. ഇത് നമ്മുടെ ലിവിംഗ് റൂമിന്റെ സൗത്തിൽ വെക്കുമ്പോൾ നമുക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു എനർജി ഈ ഒരു പക്ഷി നമുക്ക് തരുമെന്നുള്ളതാണ് ഫംഗ്ഷയുടെ തിയറി. അതുപോലെ ഇതൊരു എഡ്യൂക്കേഷൻ ടവറാണ്. വിദ്യാഭ്യാസപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങളുടെ സ്റ്റഡി ടേബിളിന്റെ നോർത്ത് ഈസ്റ്റിലോ അല്ലെങ്കിൽ ലിവിംഗ് റൂമിന്റെ നോർത്ത് ഈസ്റ്റിലോ വെക്കാം. കുട്ടികളില്ലാത്ത കപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം വാസ്തുദോഷങ്ങൾ കൊണ്ടും കുട്ടികളില്ലാത്ത അവസ്ഥയുണ്ട്. അവർക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അവരുടെ ബെഡ്റൂമിന്റെ വെസ്റ്റ് ഡയറക്ഷൻസ് വെക്കാം. ചിൽഡ്രൻസ് ബുദ്ധ എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാവും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.